ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയതായിട്ട് നമ്മൾ ചില ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂസ് താഴത്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ്സ് ഞങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട്. ആ കമൻറ്റ് റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഒക്കെ കിട്ടുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്മൈൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്തും ഒരു ഭയങ്കര ഒരു സീരിയസ് ഫേസ് ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ജസ്റ്റ് കുറ്റം പറയുകയല്ല, അങ്ങനെയുള്ള ആളുകൾ ചിരിക്കാൻ അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അവർ ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവരെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവുക ആ ഒരു ഫേസിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിരിക്കുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. ചിരിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം, ചിരി കൊണ്ടുവരണം. അതൊരു പ്രാക്ടീസായിട്ട് തന്നെ എടുക്കുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഓരോ ആളുകളെ കാണുന്നു, മിങ്കിൾ ചെയ്യുന്നു. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു സ്മൈൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കിട്ടുന്ന എനർജി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരാളോട് സ്മൈൽ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ഷോക്കിംഗ് ആവുകയാണ്. ആ വ്യക്തി ചിലപ്പോൾ തിരിച്ച് സ്മൈൽ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ സ്മൈൽ ചെയ്യുന്നത് വഴി ആ വ്യക്തിക്ക് ഒരു ചെറിയൊരു പോസിറ്റീവ് എനർജി കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ആ വ്യക്തിയോട് ഒരാൾ നോക്കി ചിരിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു എനർജി അവർക്ക് എന്തായാലും കിട്ടും. സോ സ്മൈൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വെൽ ഡ്രസ്സ്ഡ് ആവുക എന്നുള്ളതാണ്. ഡ്രസ്സിങ്ങിന് ഒരുപാട് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. എപ്പോഴാണ് നമ്മളെപ്പോഴും നല്ലത് കാണുമ്പോൾ അതിലോട്ടൊരു അട്രാക്ഷൻ പോവും, ശരിയല്ലേ? ഇപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ ഇതിലൂടെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോവും, ശരിയല്ലേ? സോ അതുകൊണ്ട് വെൽ ഡ്രസ്സ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു അറ്റൻഷൻ കിട്ടുന്ന കാര്യമാണ്. അതുവഴി നമുക്ക് മറ്റുള്ള വ്യക്തികളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ രാവിലെ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അല്ലേ? ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ മേ ബി നമ്മൾ വേർത്തിട്ടുണ്ടായിരിക്കാം. നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ AC-യിലുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്, പുറത്ത് നമ്മൾ വാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ സ്വെറ്റായി എന്ന് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പെർഫ്യൂംസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരിക്കും, നല്ല അടിപൊളി സ്മെല്ലുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരാളുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി നല്ലൊരു ഗുഡ് സ്മെല്ല് കിട്ടുമ്പോൾ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവാനും ഒരു ഇംപ്രസ്ഡ് ആവാനും ഒക്കെ അതൊരു റീസണായിട്ട് മാറും എന്നുള്ളതാണ്. സോ യൂസ് ഗുഡ് സ്മെൽ, യൂസ് നല്ല പെർഫ്യൂംസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നല്ല സ്മെല്ലുള്ള പെർഫ്യൂംസ് അത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയുള്ള ഐ കോണ്ടാക്റ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൈകെട്ടിയിട്ടാണോ നിൽക്കുന്നത്, അത് ഒരു ഓപ്പൺ പോസ്ചറിലാണോ നിൽക്കുന്നത്, വളഞ്ഞിട്ടാണോ നിൽക്കുന്നത്, സ്ട്രൈറ്റ് ആയിട്ടാണോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു നൃത്തം നമ്മൾ ശ്രദ്ധിക്കണം, ഐ കോണ്ടാക്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊന്നും കോൺഷ്യസ് ആയിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അതിലൊന്നും നമ്മുടെ ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ കുറച്ച് മീറ്റിങ്സിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ആളുകളെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശീലമായി മാറിക്കോളും. നല്ല ഐ കോണ്ടാക്റ്റ്, നല്ല സ്റ്റാൻഡിങ് പൊസിഷൻ, അതുപോലെ തന്നെ നല്ല ബോഡി ലാംഗ്വേജ്, അവർ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ലിസണർ ആവുക, നന്നായിട്ട് ലിസൺ ചെയ്യുക, അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതെല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഇംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരോട് കാണിക്കുന്ന താല്പര്യം, ഇതൊക്കെ അവരിൽ ഒരുപാട് ഇംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ പല ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്
ഒരു 80% ആളുകളും ഒരു 20% ആളുകളും മിങ്കിൾ ചെയ്യാനൊന്നും പ്രശ്നമില്ലാത്ത ആളുകളാണ്. പക്ഷേ 80% ആളുകളും പുതിയൊരാളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നെർവസ് ഉള്ള കൂട്ടത്തിലാണ്. അസ്വസ്ഥതയായിരിക്കും അവർക്ക്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഉണ്ടാവും, നമുക്ക് മാത്രമല്ല. അപ്പോൾ അതങ്ങനെ ചിന്തിക്കുക, അത് സ്വാഭാവികമാണെന്ന് ചിന്തിക്കുക, നമ്മൾ പോയി മിങ്കിൾ ചെയ്യുക, സംസാരിക്കുക, ചിരിക്കുക, ഫണ്ണായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഒരു മീറ്റിങ്ങിന് പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം, നല്ല ടോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആലോചിച്ചിട്ട് പോവാം. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് ഇടാനായിട്ട് പറ്റും. ഇനി പ്രിപ്പയർഡ് അല്ലാന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുക നമുക്കറിയാലോ. ഇനി അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്താൽ മതി. അത്തരത്തിലുള്ള ജസ്റ്റ് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക, അങ്ങനെ നല്ലൊരു കോൺവെർസേഷനിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മുതൽ ഞാൻ പറഞ്ഞ ഈ സ്മൈല്, ഡ്രസ്സിങ്, പെർഫ്യൂം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നല്ല ലിസണർ ആവുക, നല്ല അറ്റൻഷൻ കൊടുക്കുക അവർക്ക്, പിന്നെ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയെ നമുക്ക് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും. വളരെ ഈസിയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സപ്പോർട്ടോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നമസ്തേ.